മതേതരത്വ രാജ്യമായ ഇന്ത്യയിൽ മതേതരത്വ വിശ്വാസികളാണ് എന്ന് നമ്മളെല്ലാവരും പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ മതേതരത്വ കാഴ്ചപ്പാടുകളിൽ തന്നെ പല പല പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഇന്ത്യ രാജ്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ആ സാഹോദര്യവും സൗഹൃദവും തകർക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം ഈ രാജ്യം ഭരിക്കുമ്പോൾ അതിൻ്റെ അഭിനവ വക്താക്കളായി പലരും മാറുകയാണ്. മതേതരത്വം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് വ്യക്തിപരമായി മതപരമായ കാഴ്ചപ്പാടുകൾ എല്ലാവർക്കും ഉണ്ട്. മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നു. അതിപ്പോൾ നാം കാണുന്നത് ഞാൻ എൻ്റെ ആചാരത്തെ അനുഷ്ഠിക്കുന്നതോടൊപ്പം മറ്റുള്ള മത സമൂഹത്തിൻ്റെ ആചാരത്തിൽ കൂടി പങ്കെടുക്കുകയാണ്. അതൊരു അഭിനയമാണ്. കാരണം ഞാൻ മതേതരത്വവാദിയാണ് എന്ന് പറയുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയാണ്. അതല്ല മതേതരത്വം. സ്വന്തം ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവന്റെ മതപരമായ എല്ലാ കാര്യത്തിനും അനുസൃതമായി അവന് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതിനെ ബഹുമാനിക്കുകയും അതിന് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുക, അതിന് യാതൊരുവിധ പ്രതിസന്ധിയുമില്ലാതെ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് മതേതരത്വം. ആ കാഴ്ചപ്പാട് നിലനിർത്താൻ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളനിയുടെ പരിസര പ്രദേശത്തുള്ള ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള ഈ സമൂഹം ഇന്ന് വരെയും ആ ഒരു സൗഹൃദം കാത്തു സംരക്ഷിച്ചിട്ടുണ്ട്. അത് ഇനിയും തലമുറകൾ കൈമാറി മുന്നോട്ട് പോകാൻ നമുക്ക് ഒരു വഴികാട്ടിയായി അത് ഈ സമൂഹത്തിൽ വിളിച്ചു പറയാൻ മുന്നോട്ട് വന്നവരാണ് ഈ തകിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അവർക്ക് ഇനി അതിന് വീണ്ടും കഴിയട്ടെ, ഇനിയുമുള്ള കാലങ്ങളിൽ അത് വീണ്ടും ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ഒരു മഹല് പ്രതിനിധി എന്ന നിലയ്ക്ക് ക്ലബ്ബ് ഈ ഒരു കാര്യം, ഈ മതേതരത്വ കാഴ്ചപ്പാടുകൾ ഉയർത്തിക്കാട്ടുവാൻ മുന്നോട്ട് വന്നതിൽ അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.